ഹലോ ഗൈസ്, നമുക്കൊരു വീഡിയോ കൂടെ പെൻഡിങ് ഉണ്ട് മുംബൈയിൽ പോയതിൻ്റെ. ഇത് നമ്മൾ മുംബൈ ടൂറാണ്. നമ്മൾ മുംബൈയിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കറങ്ങാൻ പോകുന്ന വീഡിയോ ആണ് ഇന്നുള്ളത്. ഒരുവിധമുള്ള നമ്മൾ കുറച്ച് ഭാഗം ഒരു കാൽഭാഗം നമ്മൾ കവേർഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ പോയി ഒരു വൈകുന്നേരം 3-4 മണിക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടേക്കോ പോയിട്ടുണ്ട്. അംബാനിയുടെ വീട്ടിൽ പോയി, ഷാറുഖ് ഖാൻ്റെ വീട്ടിൽ പോയി, അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ വീട്ടിൽ പോയി ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ ഒരു ഗാർഡനിലൊക്കെ പോയി. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഒരു ടൂർ പോലെ മനസ്സിലായി. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോ നമുക്ക് കാണാം. ചേട്ടാ സീലിംഗ് രാജീവ് ഗാന്ധി സീലിംഗ്. കാരണം 2009 നടന്നുള്ള സന്തോഷമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് എനിക്ക് മുംബൈ ടൂർ പറയുമ്പോഴേ എനിക്ക് മെയിനായിട്ട് വരേണ്ട ഒരു പ്ലേസായിരുന്നു ഈ പ്ലേസ്. എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ വന്ന സമയത്ത് ഗണപതി പൂജ ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഗണേശ് ചതുർത്ഥിയുടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഡ്രീം പ്ലേസ്, കാരണം എനിക്ക് വരണം ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു പ്ലേസായിരുന്നു ഇപ്പോൾ ഇത്, നമ്മളുടെ മുംബൈ ഗേറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ. ഒരു വാസമില്ല കിളയന്മേൽ ഒരു വാസമുള്ള പൂവെ പാർ പൂവാസമതിശയമേ അലകടൽ തന്ന മേഘത്തിൽ சிறு துளி கூட உப்பில்லை
അങ്ങനെ മുംബൈ ഗേറ്റൊക്കെ കണ്ട് നമ്മൾ ഇനി പോകുന്ന ഷാറുഖ് ഖാൻ്റെ വീട് കാണാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ രേഖാജിയില്ലേ, ആ രേഖാജിയുടെ വീട് നമ്മൾ കണ്ട. അപ്പോൾ ഇതാണ് വീട്. എന്താ ബസീറ എന്നങ്ങാണ്ടെന്ന് തോന്നുന്നു പേര്, ബേസിറ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാറുഖ് ഖാൻ്റെ വീട് മന്നത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞു. ഇതിപ്പം നമ്മളിപ്പോൾ കാണുന്നത് സൽമാൻ ഖാൻ്റെ ആട്ടോ, ഈ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്. ഇപ്പം ഇത് സൽമാൻ ഖാൻ്റെ വീടെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അകത്തുള്ള കുറേ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഏതൊരു ഫ്ലാറ്റ് ആക്ച്വലി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തതായി മന്നത്തിന് മുമ്പേയും. അതിൻ്റെ മുമ്പിലാണ് സീ ഒക്കെ ഉള്ളത്, കടലൊക്കെ ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് എടുത്തത്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം മിസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഷാറുഖ് ഖാൻ്റെ വീട് മന്നത്ത്. അവിടെ നിന്നൊക്കെ ഞാൻ ഒത്തിരി ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. ആ വീടാണ് സീക്ക് ഫേസ് ചെയ്താട്ടോ നിൽക്കുന്നത്, സൂപ്പറായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അംബാനിയുടെ വീട്ടാണ് നമ്മൾ പിന്നെ അടുത്തത് പോയി. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഗണേശ ചതുർത്ഥി നടക്കുന്നവർ ഭയങ്കര ആഘോഷമായിരുന്നു. ഫുൾ അവരുടെ വീട് വേറെ ഫുൾ ഡെക്കറേഷനായിരുന്നു മൊത്തം. അങ്ങനെ ഒത്തിരി സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ ആ സമയത്ത് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ട്രാഫിക്കുമായിരുന്നു. അപ്പം നമ്മൾ അംബാനി സാറിൻ്റെ വീടെത്തി. അങ്ങനെ അതും ഞാൻ കണ്ടു. നേരിട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനെ അതും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇത്രയും കാണണമെന്നേ ഉള്ളായിരുന്നു. സാധാരണ മെയിനായിട്ട് മുംബൈ ഗേറ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു മെറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ഇറങ്ങാൻ പറ്റിയില്ല. നല്ല ചൂടായിരുന്നു, ഭയങ്കര വെയിലായതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ജസ്റ്റ് വണ്ടിയിരുന്ന് മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ മെറൈൻ ഡ്രൈവ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു കറക്റ്റ് ഫുഡെല്ലാം അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചു. തിരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 3:30-4 മണിയായപ്പം ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലും എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ ഒരു മുംബൈ ടൂറ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഓരോ മാമന്മാരുടെയൊക്കെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. വീട്ടിലൊക്കെ പോയി. അവിടെ നിന്നൊക്കെയായിരുന്നു ഫുഡ്. അമ്മയുടെ 3 ബ്രദേഴ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്നെല്ലാം ഓരോ സ്ഥലത്തു നിന്ന് അങ്ങനെയായിരുന്നു ഫുഡ്. അപ്പം ഞങ്ങൾ വരുന്ന ദിവസം അന്ന് നമ്മളുടെ സീമ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ നിന്നായിരുന്നു ഫുഡെല്ലാം കഴിച്ചത്. ഫുഡെല്ലാം കഴിച്ചു, ബർത്ത്ഡേ കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അന്നത്തെ ദിവസം. തിരിച്ച് ചെന്നൈയിലോട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതും സൂപ്പറായിരുന്നു. അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചി. എനിക്ക് എൻ്റെ ബ്യൂട്ടിഫുൾ കമ്മലൊക്കെ എനിക്ക് തന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ നിന്നത്. അപ്പം ചേച്ചിയുടെ മോളാണത്. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ മുംബൈ ടൂറിൻ്റെ വ്ളോഗ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.